വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു മുത്തുക്കിളി വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള വീഡിയോ. പിന്നെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഞങ്ങളെ വിളിച്ചു വരുത്തിയതാട്ടോ. രാവിലെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ച്, ഇവരെ വിചാരം ഞങ്ങൾ ഹജ്ജിന് പോവുകയെന്നാ. അതുകൊണ്ട് നമ്മൾ ഈ കടങ്ങളും എല്ലാം തീർത്ത് എല്ലാവർക്കും വയറ് നിറച്ച ആഹാരമൊക്കെ കൊടുക്കത്തില്ല. അതാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊറോട്ട മേടിച്ചു ഉള്ളതാവട്ടെ, എത്ര രൂപ അതിഥി കൊണ്ടുപോയി ഏതാണ്ടൊക്കെ മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. ആർക്ക്? ചേരാം. ഞങ്ങൾ ഇവിടെ വന്ന എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്. സ്ഥലം കാണിക്കാം. ഇതാ ഞാൻ പറഞ്ഞ ആ സ്ഥലം, നമ്മുടെ അഷ്ടമുടി കായൽ. പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ട് 18 വയസ്സ് വരെ ജീവിച്ചത് ഈ കായലിന്റെ അക്കരെ. ആ കായലിന്റെ ഇക്കരെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ താമസം. പക്ഷെ അതൊരു ഭയങ്കര അതിശയം. ശരിയാ, അന്നേ നീന്തി അങ്ങ് വന്നോന്നറിയത്തില്ല രാശിയുണ്ട്. നീന്തി വന്നിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. എന്ത് ഇന്ന് കളിച്ചേ? ഏത് പാട്ട്? സ്റ്റെപ്പിട്. അത് അയച്ചാരല്ലേ നിങ്ങൾ സ്റ്റെപ്പിട്. ഒരു റീൽ എടുക്കാൻ അതിലായിരമായിരമാ. അയ്യോ സന്തോഷം. തേടെ എപ്പോ വന്നാലും ഓടി വന്ന് ഊഞ്ഞാലിൽ അങ്ങ് കേറും. നിങ്ങള് അതിഥി കൊണ്ടുപോയി ചേട്ടത്തേക്ക് വയറ് നിറച്ചെല്ലാം അങ്ങ് മേടിച്ചു കൊടുത്തില്ലേ? നമ്മുടെ കടോപ്പള്ളി, നമ്മുടെ ഗീവർഗീസ് പുണ്യാണ്. അതൊന്നും കാണാൻ പറ്റത്തില്ല. തുറന്നു നോക്കാം നമുക്ക്. റാവിസ്, കടോപ്പള്ളി, പിന്നെ ഒരു ഭാഗ്യം ഇവിടെ നിന്നാ കടവരമ്പലത്തിൽ നമ്മുടെ തേവളി കുതിരയെ കൊണ്ടുവരുന്ന നല്ല വൃത്തിയായിട്ട് കാണാല്ലേ. ഇനി ഇതിനകത്തൂടെ കയറി കണ്ട ഇവിടെ കണ്ട സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേ കൂടെ നടന്നില്ല, അവിടെ പോയിരുന്ന് മീൻ പിടിക്കുക. ഇവണ ചൂണ്ട കണ്ടാ മീൻ പിടിക്കാമല്ലോ. ചൂടുണ്ടോ? അല്ല ചൂടുണ്ടോ? ചൂണ്ടയുണ്ടോ? എവിടാ അത്? ആന്നാ ഓക്കെ. നമ്മുടെ ഹോസ്പിറ്റല്, റാവിസ്, പിന്നെ നമ്മുടെ കടവൂരമ്പലം. റാവിസ് കണ്ട ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കാണുന്ന റാവിസ് കണ്ട് കണ്ട റാവിസ്. നമ്മളെ കടവൂരമ്പലത്തിലെ തേവള്ളി കുതിര പോകുന്ന ഇതിലേ കൂടെ അല്ല, അതോ അതിലൂടെ അങ്ങറ്റത്തൂടെ അല്ലേ. പിന്നെ അത് മാത്രം നമ്മുടെ മുട്ടത്തൂര പള്ളിയിലെ പിരിസം പോകുന്ന എല്ലാം ഞങ്ങൾ അക്കരയും ഇക്കരയും കേട്ടോ. എന്ത് രസം ഉണ്ടെന്ന് നോക്കിയതാ. ഉണ്ടാ നിങ്ങൾ ഇനി ഈ സ്ഥലം ഇനി എത്ര നാള് കാണാതിരിക്കും? കുറച്ച് നമുക്ക് നമ്മുടെ നാട് വിട്ട് എങ്ങും പോവാൻ വയ്യ. മക്കളെ അടുത്ത് പോയി 5-6 ദിവസം നിക്കണം. ആന്നാ ചൂണ്ടയായിട്ട് ഇവിടെ വന്നെങ്കിൽ ഇരിക്കായിരുന്നില്ലേ? ചൂണ്ട ഉണ്ടരായോണ? ചൂണ്ടയൊക്കെ ഉണ്ട്, ഞാൻ വിടാത്തതാ. ആന്നാ അതുകൊണ്ട് ഇവിടെ ഇറങ്ങും. പിന്നെ കക്ക വാരണോ. പണ്ട് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട? വെള്ളവും മീനുമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അമ്മമാരടുത്ത് വിളിച്ചാ ഉണ്ടെങ്കിൽ തരും. എന്ത് ചെയ്യടി? എവിടെ ഇരിക്കുന്നു? മീനുണ്ടോന്ന് നോക്കാം. ഉച്ച തൊട്ട് തുടങ്ങിയ സ്നേഹം അനിയത്തിയും ചേട്ടത്തി. ഒരു പിടി ചോറ് വീട്ടിൽ വന്ന് തിന്നുന്നവളൊക്കെ എന്നെ വിളിക്കാതാ പോയത് കേട്ടാ. എന്റെ സ്വഭാവം മാറി ഇപ്പൊ. എന്ത് നീനയില്ലേ എണീറ്റില്ലേ? രാജീവണ്ണ എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? അതാണ്ട് നമ്മുടെ സംഗീതയുടെ വീട് അതാണ്. ഇതാ കാണുന്ന വൈറ്റ് ഉണ്ടോ? ഇച്ചിരി ചോറും ബീഫ് കറിയും മേടിച്ച് തന്നിട്ട് എന്നെ കൊണ്ട് കഷ്ടപ്പെടുത്താൻ ചിക്കൻ കറി ഒരു തല മേടിച്ചോണ്ടോ വെക്കാം. എന്ത് അല്ല, ഇവർക്ക് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു കൊടുക്കാൻ ശക്തി
രാജീവേണ അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം കായൽവാരത്തൊക്കെ നിന്ന് ഇവരെ കൊണ്ടൊരു ഷോർട്സൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് ഇവിടെയൊക്കെ നിന്ന് ഇനി നമ്മൾ വീട്ടിലോട്ട് പോകണം. കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോവാം കേട്ടോ. ഇല്ല ഇല്ല, നല്ല മഴക്കോള് പെയ്യുമെന്നോ? അത് ശരി, ഗേറ്റ് വിട്ട് മഴയാണോ കാണുന്നേ? അവിടുന്ന് വീണ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആണോ? അതോ ആ ശരിയാ, മഴ അവിടുന്ന് വരുന്നത് കാണാൻ കേട്ടോ. മഴത്തുള്ളി വീണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നല്ല രസം കേട്ടോ ഇവിടെ വന്നിരിക്കാന്. എപ്പോ വന്നാലും ഞങ്ങൾ താണ്ട ഈ പ്രകൃതി രമണീയമായ സ്ഥലം. ചുമ്മാതാ ബാ. ഹലോ ഗൈസ്, തേങ്ങ അടിച്ചോണ്ട് പോകുന്നു ഇവിടെ വന്നിട്ട്. തേങ്ങ ആട്ടോണ്ട് പോന്നേ ആണാ? നിങ്ങളെ തേങ്ങ അടത്തുന്നേ, മാങ്ങ അടത്തുന്നേ, ചക്ക അടത്തുന്നേ വിളിക്കും. മാഡം പറയും രാജീവന് വേണ്ടുന്ന. എന്തോ വേണം. തോടക്കുന്നാ അയ്യണ തോടക്കുന്നു അല്ല ഒന്നോ ചെറിയ തേങ്ങളൊക്കെ അത് ശരി. ആ എന്തിയാ മഴയെന്ന് പറഞ്ഞിട്ട് ചുമ്മാതാ തള്ളല്. 10 മിനിറ്റ് അല്ല. പണ്ട് ഇവിടെ ഒന്നും വഴിയില്ലായിരുന്നു. ഇപ്പഴാ റോഡൊക്കെ ആയത്. റോഡ് വന്നിട്ട് എത്ര വർഷമായില്ല ഇവണ? പണ്ട് ഇവര് മേടിക്കാൻ പറ്റുമോ? 2 വേലിയുടെ ഇടയ്ക്കൂടെ ഒരു വഴിയായിരുന്നു ഇവരെയൊക്കെ വീട്ടിൽ വരാൻ. ഇപ്പൊ നോക്കിയാ നല്ല ഞാൻ രക്തസാക്ഷി ആവാനുള്ള വഴിയും വീടുകളും. കീഴാന്നല്ലിയ എന്നാ അച്ഛൻ ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞ സത്യം, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇതാ വീടെത്തിയപ്പോ മഴ. അക്കരേന്ന് ഇങ്ങനെ മഴ വരുവാ. എന്തോ ഇന്ന് കൊതുകുണ്ടോ അവിടെ? സന്ധ്യക്ക് മൂദേവിയെ അടിച്ചു കളഞ്ഞിട്ട് മഹാലക്ഷ്മിയെ കയറ്റുന്ന. ഞാൻ വെളിയിൽ നിൽക്കുന്നോണ്ട് രാജീവൻ ആ ഡയലോഗ് പറഞ്ഞു കേട്ടോ. അതിന് ഈ ചിരട്ടയൊക്കെ വെച്ചേക്കുന്ന എന്തിന്? അത് ഭയങ്കരമായിട്ട് കത്തത്തില്ലേ? ചെരുപ്പ് മാറ്റി പാടിത്തേന് മോള് വിളക്കൊക്കെ ഒരുക്കുന്നത്. തേച്ച് വെച്ചില്ലേ എടി ഇന്നലെ? എല്ലാം വിളക്കൊരുക്കുന്നു, എല്ലാം പാക്ക് ചെയ്ത് ഇട്ടേക്കുന്നു. ലളിതേമ്മ ഇവിടെ ഇരിക്കുന്നു. ലളിതേമ്മ TV കാണാൻ തുടങ്ങിയില്ലേ? ഞങ്ങള് അല്ല അത് വേണ്ട, അവക്ക് അങ്ങ് അത്രയും നേരം ഇരിക്കാൻ ഒക്കത്തില്ല ഡേ. അപ്പൊ താണ്ടെ കൊച്ചുമോള് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അല്ല ആണോ? നമ്മുടെ എല്ലാം പറക്കി അടുക്കി വെച്ച് കൊടുക്കാൻ ഞാൻ വീഡിയോ പിടിക്കാൻ വന്നിരിക്കുന്നു. വേണ്ട അമ്മ എവിടെ ഇരുന്നു? അമ്മ അവിടെ ഇരി. അമ്മ കര ഇപ്പോഴേ. അമ്മയും സംഗീതയും രാജീവണനും ഒക്കെ ഇപ്പൊ അഭിനയിച്ചിട്ടിരിക്കുവോ. ഇന്നലെ ഇവിടെ ഭയങ്കര അഭിനയമായിരുന്നു. അത് വിളിച്ചൂടായിരുന്നോ? ഞാൻ വന്ന് ഷൂട്ട് ചെയ്തില്ലായിരുന്നു. ആര് പറഞ്ഞു? പറഞ്ഞോ? അത് നമുക്ക് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ ഇടാം തരുമെങ്കിൽ. ലളിതമേ സങ്കടം ഉണ്ടോ പോന്നേന്? പോവാതിരിക്കത്തില്ല കേട്ടെ, പോയിട്ട് വരട്ടെ. അതെ, അവരുടെ ഒരു സന്തോഷമല്ലേ അവരുടെ മക്കളുടെ അടുത്ത് പോവാൻ.
ഇല്ല, അത്രേ ഉള്ളു. ഇതെല്ലാം കൂടെ പറ്റുമോ? ഒരു കാര്യം പറയട്ടെ, ഭയങ്കര ഒരു ബോൾഡ് സ്ത്രീയാ. ആണോ? സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ലളിതമ്മേ അങ്ങനെ തൊട്ടേനും പിടിച്ചേനൊന്നും ആ കരച്ചിലും പിടിച്ചിലൊന്നുമില്ല. ഇനി എന്ത് ഇടിഞ്ഞു വിടാൻ പോന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കും. ലളിതമ്മ ഒരാഴ്ചക്ക് മുമ്പ് ഏതൊരു പയ്യൻ തൂങ്ങി വരച്ചെന്ന് പറഞ്ഞോണ്ട് വിഴുന്ന് കരയുന്നതാണ്. അത് ശരി. ഞാൻ വഴക്കും പറഞ്ഞു, ആവശ്യമുള്ളതിന് കരയരുത്, ആവശ്യമില്ലാത്തതിന്. ലളിതമ്മ ഇന്നലെ എങ്ങനെ അഭിനയിച്ചു ഒന്ന് കാണിച്ചേ? എങ്ങനെ ഒന്ന് കാണിയില്ലേ ലളിതമ്മ? ഒരു കൊച്ചു വന്നപ്പോ വിഷയം പറയണം. അല്ല എന്നാലും ഒരു കൊച്ചിനെ മയക്കുമരുന്ന് കേസിൽ പിടിക്കുക. പിടിച്ച് അത് വീട്ടിൽ അറിയുന്നു, ഞാനും അമ്മയെ അറിയുന്നു. അപ്പൊ ആ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് ടീച്ചർ ഇവിടെ കൊണ്ടുവരുക. കൊണ്ടുവരുമ്പോ ഉള്ള നമ്മുടെ വീട്ടിലെ ആ ഒരു ദുഃഖ സീൻ എന്തുവാന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊണ്ടുവന്നത്. യു കെ കല്യാണത്തിന് പോവാ, പട്ടുസാരി എല്ലാം എടുത്തോണ്ട്. ഈ കാണുന്ന കൊച്ചുമോളൊന്നും അല്ല, 6-ാം തീയതി മുതല് കൊച്ചുമോള് വേറെ ലെവല്. നമ്മളെ പുതിയ മുഖ്യമന്ത്രി കയറിയ കണക്ക് വേറെ ലെവലായത്. മുഖ്യമന്ത്രി എങ്ങനെയാടി ആക്കിയ ആക്കല് വേറെ ആട്ടോ കൊച്ചോളെ. എന്റെ പൊന്നെ, നമുക്ക് നോക്കാം. വീഡിയോ ഒക്കെ എടുത്ത് തരണേ, എല്ലാരും ഒക്കെ ഒന്ന് കാണട്ടടേ. എനിക്കൊന്നിനും ഓർമ്മ പോലും കാണത്തില്ല. അത് ശരി, അത് സത്യം. ആ പറഞ്ഞ എന്താന്നറിയോ, അവളെ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വെളിയിലിട്ട് ചന്തയുടെ എനിക്കറിയാൻ വയ്യ. ഇവിടുന്ന് തിരുവനന്തപുരത്ത് വരെ കാറിൽ പോകുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പോലും വയ്യ. ISA പോയാ അത് വണ്ടി ഇരുന്ന് അവളെ ഉറങ്ങിക്കോളും, ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങും. വായും തുറന്നിരുന്ന് അങ്ങ് ഉറങ്ങും. മോള് മസ്റ്റായിട്ട് മാസ്ക് മേടിക്കണം കേട്ടാ. ഞാൻ ഉറങ്ങിയിട്ടെ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോ ഒരാൾ എന്നെ നോക്കി പെട്ടിയുടെ വെയിറ്റ് നോക്കിയാ. ആ പൊയ്ക്കോ രാജീവന, ഇങ്ങനെയൊക്കെ നടന്നോ? പിടിച്ചോണേ, പാവപ്പെട്ടവന്റെ ഒരു ഗതി നോക്കടേ. രാജീവനന്റെ സ്വന്തം അനിയൻ മാറിയില്ല, അനിയനെ കണ്ടു. രാജീവന്റെ സ്വന്തം അനിയനാ കേട്ടാ. യൂട്യൂബില് അതാ ലളിതമ്മയുടെ 2ാമത്തെ മോൻ. രാജീവണ്ണനെ ഹോസ്പിറ്റലിൽ പോയ എന്റെ റിസൾട്ട് വായിക്ക. ഷൂ ഇട്ടോണ്ട് അല്ല, പോന്നതിന് മുമ്പേ എല്ലാ പാർട്സും അവര് പരിശോധിക്കുക. രാജീവണ്ണനെ ഡോക്ടറായിട്ടാണ് അവിടുത്തെ പിരിഞ്ഞത്, ഡ്രൈവറായിട്ട് കയറിയിട്ട്. ഇങ്ങനെ അങ്ങ് പറഞ്ഞാ മതി അവിടെ ചെന്നിട്ട്. ലളിത എവിടെ ചിരിയോ. ഞങ്ങള് പോന്നു ഗൈസ്, പോട്ടെ. ഇനി 2 ദിവസം കൂടെ ഉള്ളു ഇവര് പോകാൻ. ഞങ്ങൾ ഒരുവിധം എല്ലാം പാക്ക് ചെയ്ത്, ഇനി പലചരക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതെല്ലാം പാക്ക് ചെയ്തു. ഞാൻ എങ്ങനെ പോയി മഴയത്ത്? നിങ്ങൾ എന്നിവിടെ കാണും? ഇനി കാണാൻ എന്താ, മറ്റന്നാളുണ്ട് ചട്ടി പോണം ഉണ്ടോ? അത്രയ്ക്ക് അറിയാൻ വയ്യ അവർക്ക്. ഇനി ഇല്ലല്ലോ, പുകയ്ക്കത്തില്ലല്ലോ. ചട്ടി പൊട്ടിച്ച് കൊച്ചുകളെ തടി സ്വഭാവം കണ്ട. അയ്യേ. അപ്പൊ ദാണ്ട മഴയായിട്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ദാണ്ട വീട്ടിൽ വന്ന്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.